വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നത്. അതും 3 അടിപൊളിയായിട്ടുള്ള പെൻസിൽ സ്റ്റാൻഡായിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പം ആദ്യത്തേത് നമ്മൾ പറക്കുന്ന ഒരു പെൻസിൽ സ്റ്റാൻഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാനൊരു പ്രിങ്കിൾസിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 3 നമ്മൾ ചെയ്തിരിക്കുന്നത് വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചാണ്. അപ്പം ആദ്യം ഇത് വെച്ചിട്ട് ഞാനൊരു യെല്ലോ കളറിലാണ് ഇത് ചെയ്യുന്നത്. ഇനി നമ്മളത് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അളവെടുക്കണം. പെൻസിൽ വെച്ചിട്ട് എത്രയാണോ വേണ്ടത് വെച്ചിട്ട് സ്കെയിൽ വെച്ചിട്ട് ഇതുപോലെ നീളത്തിൽ വരക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഇത് ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമ്മൾ കറക്റ്റ് അളവിൽ ഇതൊന്ന് റോൾ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ബാക്കി എക്സ്റ്റെൻഡ് ആയിട്ടുള്ള ഭാഗമൊക്കെ കട്ട് ചെയ്ത് മാറ്റാം. ഇതിൻ്റെ അടിയിലും കുറച്ച് ഭാഗമൊക്കെ ഉണ്ടാവും. അതൊക്കെ മാറ്റി ക്ലീൻ ആയി കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ബേസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ബ്ലാക്ക് കളർ പേപ്പർ എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒരു 1 സെൻറ്റിമീറ്റർ വിട്ടിട്ട് ഇതുപോലെ നീളത്തിൽ വരച്ച് കൊടുക്കുക. ഇനി നമ്മളത് കട്ട് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഇതുപോലെ ഒരു 2 സ്ട്രിപ്പായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് 2 വേണം. ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് ഇഷ്ടമുള്ള ഏത് ഗ്ലൂ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ തേച്ച് കൊടുക്കുകയാണ്. ഇനി നേരത്തെ ഉണ്ടാക്കിയ ആ ബേസിൻ്റെ മുകളിൽ ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ കറക്റ്റ് നിങ്ങൾ അളവെടുത്തിട്ട് വേണം ചെയ്യാൻ. ഇത് ഞാൻ ഇങ്ങനെ മുറിച്ചിട്ട് ഒട്ടിച്ചുകൊണ്ട് എത്തിയിട്ടില്ല. പിന്നെ ബേക്കിലൊന്നും ആരും നോക്കാത്ത കാരണം നമ്മൾ ഫ്രണ്ട് മാത്രം അടിപൊളിയാക്കി വെക്കാം. അതുപോലെ ഞാൻ രണ്ടും മുകളിലായിട്ട് ഇങ്ങനെ രണ്ടും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഭാഗവും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലൊരു ബ്ലാക്ക് കളർ പേപ്പർ രണ്ടായിട്ട് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മളൊരു ചെറിയൊരു ഹാർട്ട് ഇതുപോലെ വരച്ചു കൊടുക്കുക. ഇനി അതിൻ്റെ താലേക്ക് നമ്മൾ ചെറിയ ഹാർട്ട് വരച്ചിട്ട് അതിൻ്റെ താലേക്ക് ഇതുപോലെ ലെയിം വരച്ചു കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്തിട്ടാകുമ്പം ഇതെങ്ങനെയാണ് വരച്ചതെന്ന് നമുക്ക് കാണാൻ കഴിയും. നമ്മളിത് ബ്ലാക്ക് കളറിലോട്ട് ചെയ്തുകൊണ്ട് ഇത് എങ്ങനെയാണ് വരച്ചതെന്ന് കാണുന്നില്ല. അപ്പോൾ നമ്മളിതുപോലെ ആ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി വേറൊരു ചെറിയ പേപ്പർ എടുത്തിട്ട് നമ്മൾ ഗ്ലൂവിൻ്റെ അടപ്പുണ്ടല്ലോ അത് വെച്ചിട്ട് അതൊന്ന് സൈസ് ചെയ്തിട്ട് ഇതുപോലെ വട്ടം ചെയ്തെടുക്കാം. ആ വട്ടത്തിൽ വരച്ചത് നമ്മളിതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് 2 വേണം. വേറൊരു വൈറ്റ് പേപ്പറിൽ നമ്മൾ റഫായിട്ട് ഇതുപോലെ വരച്ച് കൊടുത്തിട്ട് അതും നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇത് നമ്മൾ ചെയ്യുന്നത് കണ്ണ് വരക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു ബ്ലാക്കിലേക്ക് ഈ ഒരു വൈറ്റും കൂടി ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മളിത് 2 ചെയ്യണം. അപ്പോൾ നമ്മളുടെ കണ്ണ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത ബേസിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി ഈ സാധനമൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ തമ്മിൽ കണ്ടിട്ടാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതെന്താ സംഭവം എന്ന്. നമ്മളൊരു ആണ് ഉദ്ദേശിച്ചത്, തേനീച്ചയാണ് ഉദ്ദേശിച്ചത്. അപ്പം അതിൻ്റെ കൊമ്പാണ് നമ്മൾ നേരത്തെ ഒരു ലവിൻ്റെ ഹാർട്ട് വരച്ചിട്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ മുകളിൽ കൊമ്പ് പോലെ ഒട്ടിച്ച് കൊടുക്കുക. ഇനി 2 കണ്ണും ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇനി നമുക്കിനി ചിറക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനൊരു ബ്ലൂ കളർ പേപ്പർ എടുത്തിട്ട് രണ്ടായിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് 2 വേണ്ടതുകൊണ്ട് ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇനി വലിയൊരു ഹാർട്ട് വരക്കുക. അത് നമ്മൾ ഹാർട്ട് വരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ അടിയിൽ നമ്മളിങ്ങനെ സൂചി പോലെ ആക്കരുത്. ഇതായി കാണുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ 2 ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും നമ്മളുടെ അതിൻ്റെ അടിയിലത്തെ ഈ സൈഡ് ഉണ്ടല്ലോ, ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ മടക്കിയിട്ട് രണ്ടും മടക്കി കൊടുക്കുക. ഇതെന്തിനാണ് ഇങ്ങനെ മടക്കുന്നത് വെച്ചാൽ നമ്മൾ ഇതിലേക്ക് ഒട്ടിക്കുമ്പം കുറച്ചും കൂടി സ്റ്റിക്കായിട്ട് നിന്നോളും. ഇനി നമ്മൾ പശ തേച്ചിട്ട് ഇതിൻ്റെ സൈഡിൽ ഒട്ടിച്ചു കൊടുക്കുക. ഇത് രണ്ടും 2 സൈഡിലുമാണ് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ചിറക് റെഡി ആയിട്ടുണ്ട്. ഇതെന്തോ നോക്കുമ്പോൾ എന്തോ ഒരു അപാകത പോലെ തോന്നില്ലേ? അതെന്താ വെച്ചാൽ നമ്മുടെ കണ്ണ് ഭയങ്കര ബ്ലാങ്ക് ആയിട്ടാണുള്ളത്. അപ്പോൾ ഒരു ബ്ലാക്ക് കളർ എടുത്തിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫുള്ള് ഫില്ല് ചെയ്യുന്നതല്ല, ജസ്റ്റ് ഡോട്ട് ഇട്ടിട്ട് നമ്മൾ കണ്ണിൻ്റെ കൃഷ്ണമണി ഉണ്ടല്ലോ അത് ഉണ്ടാക്കിയെടുക്കുകയാണ്. പിന്നെ ഒരു ചെറിയ സ്മൈലിയും കൂടി വരച്ച് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ക്യൂട്ടായിട്ടുണ്ട്. ഇനി ഒരു പിങ്ക് കളർ എടുത്തിട്ട് അതിൻ്റെ 2 സൈഡിൽ നമുക്കിങ്ങനെ ബ്ലഷ് പോലെ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ പറക്കുന്ന തേനീച്ചയുള്ള നമ്മളുടെ പെൻ ഹോൾഡർ റെഡി ആയിട്ടുണ്ട്. ഇതിൽ പെന്നോ പെൻസിലോ എന്താണെന്ന് വെച്ചാൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. രണ്ടാമത്തത് നമ്മൾ ചെയ്യുന്നത് ഹലോ കിറ്റിയുടെ ഒരു പെൻസിൽ സ്റ്റാൻഡാണ്. അപ്പോൾ അതിനായിട്ട് ഇതുപോലൊരു കാർഡ്ബോർഡ് റോളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇതിൻ്റെ 2 സൈഡും ഹോൾസാണ്. അപ്പോൾ നമുക്ക് പെൻസിൽ വെക്കുമ്പം ഇതിൻ്റെ അടിയിൽ ഒരു ഇത് വേണം. അപ്പോൾ അതിനായിട്ട് ഒരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഈ റോള് വെച്ചിട്ട് നമ്മൾ പെൻസിലും കൊണ്ട് ഒന്ന് റൗണ്ട് ചെയ്തിട്ട് ഷേപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് അത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ഈ റോളൊന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കവർ ചെയ്യാൻ A4 ഷീറ്റാണ് എടുക്കുന്നത്. അതും നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മളിങ്ങനെ ചുറ്റുമായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. നമ്മൾ കറക്റ്റ് ലെവൽ ചെയ്തിട്ട് ഇതിൻ്റെ ബാക്കിയുള്ള എക്സ്റ്റൻഡ് ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. ഇനി അതിൻ്റെ അടിയിലുള്ള ഭാഗം കൂടി കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ബേസ് റെഡിയാക്കുക. പിന്നെ ഒരു ബ്ലാക്ക് കളർ പേപ്പർ എടുത്തിട്ട് ഇതുപോലെ കുറച്ച് ഐറ്റംസ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യം ഞാൻ 2 ഇതുപോലെയുള്ള കട്ടിങ്സ് എടുത്തിട്ട് ഇതിൻ്റെ കണ്ണായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ബ്ലാക്ക് കളറ്. ഇനി നമുക്കിതുപോലെ കുറച്ച് നീളത്തിൽ ഇങ്ങനെ വെട്ടി ചെയ്തെടുക്കാം.
ഇനി ഇതും അതിൻ്റെ സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇത് നമ്മൾ ഹലോ കിറ്റീൻ്റെ ആ ഒരു എന്താ പറയുക ഒരു സംഭവം ചെയ്തെടുക്കുകയാണ്. ഇത് ഒട്ടിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് കണ്ണിന് ചുറ്റുമായിട്ടാണ് ഒട്ടിക്കേണ്ടത്. ഞാൻ ഒട്ടിക്കുന്ന സമയത്ത് ഇതിൻ്റെ സൈഡിലായിട്ടാണ് ഒട്ടിച്ചത്. അപ്പോൾ ഇതിൻ്റെ കണ്ണിന് ചുറ്റാണ് ഒട്ടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിട്ട്. ഇനിയിപ്പോൾ ഞാൻ പറിച്ചൊട്ടിക്കുമ്പോൾ കുറച്ചും കൂടി മെനക്കേടാകുന്നതുകൊണ്ട് ഞാൻ അതേപോലെ തന്നെ കീപ്പ് ചെയ്യുകയാണ്. അപ്പം അതിൻ്റെ മുകളിൽ ഒട്ടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും. ഇനി നമുക്കിതിൻ്റെ ചെവി ഉണ്ടാക്കിയെടുക്കണം. നമ്മളൊരു വൈറ്റ് കളർ പേപ്പറിൽ റഫായിട്ട് ചെവി ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു ബ്ലാക്ക് കളർ പേപ്പറിൽ അത് വെച്ചിട്ട് നമ്മളത് കറക്റ്റ് ലെവലിൽ വെച്ചിട്ട് അതിൻ്റെ സൈഡിലൂടെ ഇത് എന്താ ഒരു 1 സെൻറ്റിമീറ്റർ വെച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ബ്ലാക്ക് കളറിന് പകരം നമുക്ക് അതിൻ്റെ സൈഡിൽ ബ്ലാക്ക് പെന്ന് കൊണ്ടൊക്കെ നമുക്കിത് ചെയ്യാം കേട്ടോ. ഈ കളർ പേപ്പർ ഇല്ലെങ്കിൽ ഇതിൻ്റെ ബേസൊക്കെ നമ്മൾ സ്കെച്ച് കൊണ്ട് വരച്ചാലും ശരിയാവും. അതുപോലെ നമ്മൾ 2 എണ്ണം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ ചെവി റെഡി ആയിട്ടുണ്ട്. ചെവി ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഹലോ കിറ്റീൻ്റെ ബോ ചെയ്ത് കൊടുക്കണം. ബോ ഇല്ലാത്തൊരു ഹലോ കിറ്റി ചിന്തിക്കേ വേണ്ട. അപ്പോൾ നമ്മൾ ഹലോ കിറ്റിയുടെ ബോ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ പിങ്ക് കളർ അല്ലെങ്കിൽ റെഡ് കളർ. അപ്പോൾ ഞാനിവിടെ പിങ്ക് കളർ എടുത്തിട്ടുണ്ട്. ഇനി റഫായിട്ട് ഞാനൊരു ബോ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇനിയിപ്പം വരക്കാൻ അറിയാത്തവർ ട്രേസ് ചെയ്തെടുത്തിട്ട് എടുക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. അത് കട്ട് ചെയ്തിട്ട് നമ്മുടെ ചെവീൻ്റെ സൈഡിലായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതിന് ചുറ്റുമായിട്ട് പെൻസിലും കൊണ്ടൊന്ന് ഗ്രിഡ് ഒരു ലൈൻ ചെയ്ത് കൊടുത്തെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിട്ട്. ഇനി നമ്മൾ ഒരു ബ്ലാക്ക് കളർ എടുത്തിട്ട് ഇതിൻ്റെ വായും കൂടി സെറ്റ് ചെയ്താൽ നമ്മുടെ ഹലോ കിറ്റി പെൻസിൽ ഹോൾഡർ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എല്ലാം ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഹലോ കിറ്റി. ഇനി നമ്പർ 3 നമ്മൾ ഒരു കരടീൻ്റെ പെൻസിൽ ഹോൾഡറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ജ്യൂസൊക്കെ കുടിച്ച് കളയുന്ന ഈ ഒരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മളൊരു സ്കെയിൽ എടുത്തിട്ട് ഇത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. മാർക്ക് ചെയ്ത് കൊടുത്ത് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒരു റാ പോലെ ഇങ്ങനെ വരച്ച് കൊടുക്കുക. പെൻസിലും കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ സ്കെച്ച് കൊണ്ട് അതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ഞാൻ ഇങ്ങനെ റാ പോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സിസേഴ്സ് വെച്ചിട്ട് ഈ ബാക്കി എക്സ്റ്റേൺ ഭാഗമൊക്കെ കട്ട് ചെയ്തിട്ട് ഷേപ്പ് ആക്കി എടുക്കുക. ഇത് അത്യാവശ്യം കുറച്ച് കട്ടിയുള്ള ബോക്സ് ആയതുകൊണ്ട് ഇത് മുറിക്കാൻ നല്ല പാടാണ്. ഇതിൻ്റെ പകരം നമുക്ക് കുപ്പി എടുക്കാം. വേസ്റ്റായിട്ട് ഇടുന്ന കുപ്പി എടുക്കാം. അപ്പോൾ ഇത് ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരു ബ്രൗൺ കളർ പെയിൻ്റാണ് ഞാൻ ഇതിനുള്ളിൽ ചെയ്യുന്നത്. അപ്പം പെയിൻറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം ചെയ്യുമ്പോൾ കുറച്ച് ലൈറ്റ് കളറായിരിക്കും. 2-3 കോട്ടടിക്കുമ്പം ഇത് കുറച്ചും കൂടി അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ ഇതിൻ്റെ എല്ലാ സൈഡും ഉള്ളിൽ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാ സൈഡും ഇതുപോലെ ബ്രഷ് വെച്ചിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. 2 കോട്ട് വേണം അടിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ കുറച്ചും കൂടി ബ്രൗൺ കളറാവും. ഇനി കുറച്ച് വൈറ്റ് കളറിൽ കുറച്ച് ബ്രൗൺ കളറും കൂടി മിക്സ് ചെയ്ത ഒരു കോഫി കളർ പോലെ നമുക്കിതുപോലെ കിട്ടും. അപ്പോൾ ഈ ഒരു കളറാകുന്നവർ നമ്മൾ വൈറ്റോ അല്ലെങ്കിൽ ബ്രൗണോ ആഡ് ചെയ്തിട്ട് ഈ ഒരു കളറാക്കി എടുക്കുക. ഈ ഒരു കളർ നമ്മൾ പുറത്താണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു റായില്ലേ അത് നമ്മളുടെ കരടിയുടെ ചെവിയാണ്. ആ ചെവിയിലാണ് നമ്മൾ ഈ ഒരു കളർ ചെയ്യുന്നത്. കുറച്ച് ഭാഗം വിട്ടിട്ട് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ, ഇതിൻ്റെ കുറച്ച് ഭാഗം വിട്ടിട്ട് ബാക്കി സൈഡ് വേണം നമ്മൾ പെയിൻറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഈ പെയിൻറ്റ് ചെയ്യുന്ന സംഭവമില്ലേ നമ്മൾ 2 കോട്ട് അടിച്ച് കഴിഞ്ഞാലേ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗം കൂടി ഞാനിതുപോലെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഞാൻ സെക്കൻഡ് കോട്ട് അടിച്ചതിന് ശേഷമുള്ള ലുക്കാണ് ഈ കാണുന്നത്. കുറച്ചും കൂടി കട്ടിയായിട്ട് കിട്ടും. ഇനി നമ്മൾ ഇതിന് കണ്ണും മൂക്കൊക്കെ വരച്ച് കൊടുക്കണം. അതിന് ഞാൻ ബ്ലാക്ക് കളർ എടുത്തിട്ട് ഇതിന് ജസ്റ്റ് ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് വലിയ ഡോട്ടാകുമ്പം ഇതിന് നമ്മൾ കണ്ണ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ വായ്ക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ലൈൻ കൂടി വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 3 പെൻസിൽ ഹോൾഡറും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെടുന്നത് കമൻറ്റ് ചെയ്യുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.